കോൺഗ്രസിൽ നിന്ന് കുറേ ആളുകൾ BJP-യിലേക്ക് പോകുന്നതായിട്ട് വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. ഇന്നിപ്പോൾ ഒരാൾ പോയിട്ടുണ്ട്. പത്മിനി തോമസ് എന്ന പേര്. കോൺഗ്രസിൻ്റെ വലിയ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു. അല്ലബീൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ഉണ്ട്. നല്ല കട്ടി വീശയുള്ള അല്ലബീൻ ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി നമ്മുടെ ഈ പത്മിനി തോമസ് BJP-യിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത് വലിയ നേതാക്കളുടെ പേരൊക്കെ ആണെങ്കിലും അത്ര ചെറുതല്ലാത്തൊരു മീനാണ് പത്മിനി തോമസും. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ പത്മിനി തോമസും മകനുമാണ് BJP-യിൽ അംഗത്വം എടുക്കുന്നതാണ്. എപ്പോഴാണ് അംഗത്വം എടുക്കുക? പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് അംഗത്വം എടുക്കുമോ? കൂടെ മറ്റുള്ള ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ലമീൻ, അരുൺകുമാർ, ഇന്ന് 11 മണി 12 മണിയോട് കൂടിയായിരിക്കും തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള ചില നേതാക്കൾ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുക. അതിൽ ഇന്ന് പോകുന്നതിൽ പ്രധാനികളായിട്ടുള്ളത് പത്മിനി തോമസും മകനുമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു മുൻ കൗൺസിലർ, കോൺഗ്രസിന്റെ അല്ല UDF-ന്റെ ഒരു മുൻ കൗൺസിലർ കൂടിയും ഇന്ന് മെമ്പർഷിപ്പ് എടുക്കും. അത് ആരാണ് എന്നുള്ളത് BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം വട്ടിയൂർക്കാവ് മേഖലയിലുള്ള കോൺഗ്രസിന്റെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ള മുൻ ഭാരവാഹികളായിട്ടുള്ള ചില ആൾക്കാർ കൂടിയും ഇന്ന് വരും. ഇന്ന് പരൽമീനുകൾ മാത്രമാണ്, വലിയ സ്രാവുകളൊന്നും ഇന്ന് BJP-യിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി വരുമ്പോൾ വലിയ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ആരൊക്കെയെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും തന്നിട്ടില്ല. കോൺഗ്രസ് ക്യാമ്പിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും പാർട്ടി വിട്ട് പോകാനില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ അതൃപ്തരായി നിൽക്കുന്ന കുറേ ആളുകൾ, അതോടൊപ്പം തന്നെ CPM-ൽ നടപടി നേരിട്ട് നിൽക്കുന്ന ചില ആളുകൾ, അവരെയൊക്കെ വലവിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ BJP-യും വളരെ സജീവമായി തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും പത്മിനി തോമസ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസുമായി ബന്ധം പുലർത്തി പോയിരുന്ന ഒരാളാണ്. കോൺഗ്രസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നാലും KPCC-യുടെ കായികവേദിയുടെ ചുമതലയുണ്ടായിരുന്നു. അതോടൊപ്പം കേരള സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷ കൂടിയാണ്. ഒപ്പം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അവരെ പരിഗണിക്കുകയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത്തരമൊരു പദവി അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അതൃപ്തയായിരുന്നു പത്മിനി തോമസ് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതുകൂടി മനസ്സിലാക്കി വേണം BJP നേതൃത്വം അവരിലേക്ക് വലയെറിഞ്ഞതും ആ വലയിലേക്ക്, ആ ചൂണ്ടയിലേക്ക് പത്മിനി തോമസ് കൊത്തിയതും. അവരുടെ മകനും ഇന്ന് മെമ്പർഷിപ്പ് എടുക്കും. കോൺഗ്രസ് വിട്ട് പോകുന്നതിന് ചില കാരണങ്ങൾ, ചില അതൃപ്തിയൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പത്മിനി തോമസ് പറയുന്നത്. കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്ന് BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നുള്ളതാണ് പത്മിനി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വലിയ നേതാക്കൾ ആരും ഇന്ന് മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. ഇന്ന് NDA-യുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. ആ ഓഫീസിൽ വെച്ചാണ് ഈ നേതാക്കൾ പത്മിനി തോമസ് ഉൾപ്പെടെയുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. അതിനപ്പുറത്തേക്ക് ചില പേരുകൾ സജീവമായി തന്നെ മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ വലിയ ആൾക്കാരുടെ പേരുകളൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രി വരുമ്പോൾ അവർക്ക് പാർട്ടിയിലേക്ക് വരുമെന്നുള്ളതാണ് BJP പറയുന്നത്. പക്ഷേ ആ നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പോകില്ല, അത്തരം ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് അവരത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇനി മറ്റേതെങ്കിലും വലിയ ക്യാച്ചിങ് BJP നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ. ഏതായാലും ഇന്ന് പോകുന്നത് അതിൽ പ്രധാനികളെന്ന് പറയാനാകുന്നത് പത്മിനി തോമസ് ആണ്. മറ്റ് പ്രാദേശികമായ നേതാക്കൾ കൂടി ഇന്ന് കോൺഗ്രസ് BJP മെമ്പർഷിപ്പ് അല്ലബീനാണ് വിവരങ്ങൾ നൽകിയത്. പത്മിനി തോമസും മകനും ഇന്ന് തന്നെ BJP-യിൽ അംഗത്വം എടുത്തേക്കും. നാളെ പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കൾ പോകുമോ എന്നുള്ളതാണ്. കൂടുതൽ നേതാക്കൾ വരും, ചർച്ച നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് അറിഞ്ഞ ചില വിവരങ്ങൾ, പത്തനംതിട്ടയിൽ ഒരു നേതാവുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ ആ നേതാവ് തെരഞ്ഞെടുപ്പിന് മുൻപ് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. BDJS-ഉമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ചില സൂചനകൾ, ചില ചർച്ചകൾ നടത്തി എന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മളത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത്തരത്തിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.